സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർന്ന പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തിയ സംഘം. കൊറ്റ പെഷാവർ ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്ത് 100-ലധികം പേരെ ബന്ദികളാക്കാൻ പോകുന്ന സംഘം. ബലൂച്ച് ലിബറേഷൻ ആർമി. പാക് സൈന്യത്തോട് നേർക്കുനേരെ ഏറ്റുമുട്ടാൻ പ്രാപ്തമായ സായുധ സംഘം. ആരാണ് ബലൂച്ച് ലിബറേഷൻ ആർമി? എന്തിനാണ് അവർ സ്വന്തം രാജ്യത്തിനെതിരെ ഇത്തരത്തിൽ പോരാടുന്നത്? പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ മോചനം ആവശ്യപ്പെടുന്ന സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA. പാകിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തിയിലാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ. ഇരു രാജ്യങ്ങളിലുമായി 1 കോടിയോളം ബലൂജികൾ ഉണ്ടെന്നാണ് കണക്കുകൾ. പാകിസ്ഥാനിൽ ബലൂജികൾ കൂട്ടത്തോടെ അധിവസിക്കുന്ന പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. മാരി, ബക്തി, മെങ്കൽ ഗോത്രങ്ങളുടെ പിതൃഭൂമി. പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 2/3 ഉണ്ട് ബലൂചിസ്ഥാൻ. എന്നാൽ ജനസംഖ്യയുടെ 5% മാത്രമാണ് ഇവിടെയുള്ളത്. പ്രകൃതിവാതക നിക്ഷേപവും ഇരുമ്പ്, സൾഫർ, ക്രോമേറ്റ്, കൽക്കരി, മാർബിൾ തുടങ്ങിയ ധാതുക്കളും കൊണ്ട് സമ്പന്നമാണ് മേഖല. പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ് ബലൂചിസ്ഥാൻ. അതുതന്നെയാണ് പ്രധാന പ്രശ്നവും. മേഖലയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന പാക് സർക്കാർ ബലൂച്ച് ജനതയെ അവഗണിക്കുകയാണെന്ന ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. BLAയിലൂടെ ഇടയ്ക്കിടെ മുഴങ്ങിക്കേൾക്കുന്നത് അത്തരം പ്രതിഷേധമാണ്. പാകിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായപ്പോൾ തുടങ്ങിവെച്ച പ്രതിരോധങ്ങൾ ശക്തി ആർജിച്ചാണ് BLA ഉരുവം കൊണ്ടതെന്ന് പറയാം. ഇന്ത്യക്കൊപ്പം നിൽക്കാനായിരുന്നു ഒരു വിഭാഗം ബലൂജികളുടെ ആഗ്രഹം. ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാനായിരുന്നു ബ്രിട്ടീഷുകാരുടെ താല്പര്യം. ഇതോടെയാണ് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന പൊതുവികാരം ശക്തിപ്പെടുന്നത്. എന്നാൽ സ്വതന്ത്രമായി നിന്നാൽ നാട്ടുരാജ്യങ്ങളിൽ ചിലത് പാകിസ്ഥാനൊപ്പം ചേരാൻ തയ്യാറായതോടെ ബലൂചിസ്ഥാൻ ഒറ്റപ്പെട്ടു. 1948-ൽ സൈനിക നടപടിയിലൂടെ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി. എന്നിട്ടും 1970-ൽ മാത്രമാണ് പ്രവിശ്യ പദവി ലഭിക്കുന്നത്. ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും പാകിസ്ഥാന്റെ ഭാഗമായി മാറേണ്ടി വന്ന ചരിത്രമാണ് ബലൂചിസ്ഥാൻ്റെത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളുടെ ചരിത്രവും അവിടെ ആരംഭിക്കുന്നു. 1958-59, 1962-63, 1973-77 വർഷങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. എല്ലാ കാലത്തും ബലൂജികളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പാക് സർക്കാർ ശക്തമായി അടിച്ചമർത്തി എന്നതാണ് ചരിത്രം. പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെയും അനുയായികളെ കൂട്ടമായും പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു. 10,000-ഓളം പേരെങ്കിലും ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ചരിത്രം പറയുന്നു. 1999-ൽ പർവേസ് മുഷറഫ് അധികാരത്തിൽ വന്നതിന് പിന്നാലെയും കടുത്ത സൈനിക ഓപ്പറേഷൻ നടത്തിയിരുന്നു. അതിനെയെല്ലാം ചെറുത്ത് ശക്തി പ്രാപിച്ചാണ് 2000-ൽ ബലൂച്ച് ലിബറേഷൻ ആർമി രൂപപ്പെടുന്നത്. പോരാട്ടങ്ങളിൽ നിന്ന് ഉയർക്കൊണ്ട വെറുമൊരു ആൾക്കൂട്ടമല്ല BLA. സായുധ പോരാട്ടങ്ങൾ കൊണ്ടേ അവകാശങ്ങൾ നേടിയെടുക്കാനാകൂ എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണത്. അതിനായി അത്യാധുനിക സ്ഫോടന വസ്തുക്കളോ ആയുധങ്ങളോ ഉപയോഗിക്കാൻ അവർ സജ്ജമാണ്. മജീദ് ബ്രിഗേഡാണ് BLAയുടെ പ്രത്യേക സേനാ വിഭാഗം. ചാവേർ ബോംബാക്രമണങ്ങൾക്കായി പ്രത്യേക യൂണിറ്റുമുണ്ട്. പർവ്വത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഫത്തേ സ്ക്വാഡാണ്. എല്ലാത്തിനും മേലെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ് എന്ന ഉന്നത സേനാ വിഭാഗവുമുണ്ട്. പ്രവിശ്യയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ചൂഷണം ചെയ്യുന്നവരെന്ന് BLAക്ക് തോന്നുന്നവർ പോലും അവിടെ ശത്രുക്കളാണ്. തദ്ദേശീയരെന്നോ വിദേശീയരെന്നോ ന്യൂനപക്ഷമെന്നോ വേർതിരിവില്ലാതെയാണ് BLAയുടെ ആക്രമണം. 2004-ലാണ് രക്തരൂക്ഷിത പോരാട്ടങ്ങൾക്ക് BLA തുടക്കമിടുന്നത്. പ്രവിശ്യയിലെ ബലൂജികളല്ലാത്ത ന്യൂനപക്ഷത്തിന് നേരെയായിരുന്നു ആക്രമണം. 2006-ൽ പർവേസ് മുഷറഫിന്റെ സന്ദർശനത്തിനിടെ പ്രവിശ്യയിലെ കൊഹ്ലു ജില്ലയിലെ പാരാമിലിറ്ററി ക്യാമ്പിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി. 2007-ൽ ബലൂജ് നേതാവ് നവാബ് അക്ബർ ബുക്തിയെ സൈന്യം വെടിവെച്ച് കൊന്നത് BLAയുടെ രോഷം ഇരട്ടിപ്പിച്ചു. പാക് സൈന്യത്തിന്റെ പട്രോളിംഗ് വാഹനങ്ങളും ക്യാമ്പുകളും നിരന്തരം ആക്രമിക്കപ്പെട്ടു. 2009-ൽ പ്രവിശ്യയിലെ പഞ്ചാബി നിവാസികൾക്കെതിരെയായിരുന്നു BLA ആക്രമണം. 500-ഓളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. പഷ്തൂൺ, സിന്ധി, പഞ്ചാബി ന്യൂനപക്ഷ ജനത പലപ്പോഴും ആക്രമണങ്ങൾക്ക് ഇരയായി. 2010-ൽ പ്രവിശ്യയിലെ സ്കൂളുകളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആക്രമിച്ചു. സ്കൂളുകളിൽ ബലൂജ് ഗാനം ചൊല്ലാൻ വിസമ്മതിച്ചതായിരുന്നു പ്രകോപനം. ചെറുതും വലുതുമായ ആക്രമണങ്ങളിലൂടെ BLA പാകിസ്ഥാനെ നിരന്തരം ഭീതിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പാക് ചൈന ബന്ധത്തെ അങ്ങേയറ്റം എതിർക്കുന്നവരാണ് BLA. ബലൂചിസ്ഥാന്റെ ധാതു സമ്പത്തിൽ കണ്ണുനട്ടാണ് ചൈന പാകിസ്ഥാനുമായി കരാറുകളിൽ ഏർപ്പെടുന്നതെന്ന തിരിച്ചറിവാണ് അതിന് കാരണം. ബലൂച്ച് മേഖലയിൽ ഇരു രാജ്യങ്ങളും പങ്കാളികളായ സാമ്പത്തിക ഇടനാഴി ഗ്വാദറിൽ ചൈനയുടെ സഹായത്തോടെ നിർമ്മിച്ച സർക്കാർ തുറമുഖം ഉൾപ്പെടെ പദ്ധതികൾക്ക് BLA എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും പങ്കാളികളായ പദ്ധതി പ്രദേശങ്ങളിലും ചൈനീസ് ഉദ്യോഗസ്ഥർക്കും BLAയുടെ ആക്രമണം ഏൽക്കേണ്ടി വന്നു. തുറമുഖത്തേക്കുള്ള വാഹനങ്ങൾക്ക് നേരെയും റോഡ്, റെയിൽ പാതകളും ആക്രമിക്കപ്പെട്ടു. 2018-ൽ കറാച്ചിയിലെ ചൈനീസ് കോൺസുലേറ്റിൽ 4 പേരുടെ മരണത്തിന് കാരണമായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം BLA ഏറ്റെടുത്തിരുന്നു. 2019-ൽ പേൾ കോണ്ടിനെന്റൽ ഹോട്ടലിൽ ചൈനീസ് പൗരന്മാരെ ലക്ഷ്യമിട്ടും സംഘം ആക്രമണം നടത്തിയിരുന്നു. 2022-ൽ കറാച്ചി സർവകലാശാലയിൽ വനിതാ ചാവേർ 3 ചൈനീസ് അധ്യാപകരെയാണ് കൊന്നത്. 30 വയസ്സുള്ള സയൻസ് അധ്യാപികയും 2 കുട്ടികളുടെ അമ്മയുമായ ഷാരി ബലോച്ച് ആയിരുന്നു ആ ചാവേർ.
സംഘടനയുടെ ആദ്യത്തെ വനിതാ ചാവേർ കൂടിയായിരുന്നു ഷാരി. 2024 തുടക്കത്തിൽ BLA ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാക് സൈന്യം ആക്രമണം നടത്തിയിരുന്നു. പ്രധാന താവളങ്ങൾ തകർക്കാൻ കഴിഞ്ഞെന്നായിരുന്നു പാക് സൈന്യത്തിന്റെ വാദം. എന്നാൽ 2024 നവംബറിൽ ക്വറ്റയിലെ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ ചാവേർ ബോംബാക്രമണത്തിൽ 32 പേർ കൊല്ലപ്പെട്ടിരുന്നു. ബലൂചിസ്ഥാനിലെ റോഡുകൾ ഉപരോധിച്ച് 62 പാക് സൈനികരെയും വധിച്ചിരുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് ജാഫർ എക്സ്പ്രസ് തട്ടിയെടുക്കലും തുടർ സംഭവങ്ങളും. ഇക്കാലത്തിനിടെ BLAയുടെ നിരവധി ആസൂത്രണങ്ങൾ പൊളിഞ്ഞു. BLA സായുധ സംഘാംഗങ്ങളും നേതൃസ്ഥാനത്തുള്ളവരുമൊക്കെ പിടിയിലായി. ചിലർ സൈനിക ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. എന്നിട്ടും പോരാട്ടവീര്യം ഉപേക്ഷിക്കാൻ BLA തയ്യാറായില്ല. പാക് സൈന്യത്തിനും തദ്ദേശീയരായ ന്യൂനപക്ഷ ജനതയ്ക്കുമെതിരെ നിരന്തരം ആക്രമണം നടത്തിവന്ന BLAയെ 2006 പാക് സർക്കാർ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. അതേ വർഷം തന്നെ UKയും BLAയെ ആഗോള ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. 2019 US പിന്നാലെ യൂറോപ്യൻ യൂണിയനും സമാന നയം സ്വീകരിച്ചു. ബലൂച്ച് ജനതയുടെ സ്വയംനിർണയ അവകാശമാണ് BLAയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിലൂടെ സ്വതന്ത്ര രാജ്യമായി നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രവിശ്യയിലെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയാണെന്നാണ് BLAയുടെ പ്രധാന ആരോപണം. പാക് സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നത് ബലൂചിസ്ഥാനാണ്. എന്നാൽ അവിടുത്തെ ജനത അരികവൽക്കരിക്കപ്പെടുന്നു. മതിയായ അടിസ്ഥാന സൗകര്യമോ വികസനമോ നാളിതുവരെ സംഭവിച്ചിട്ടില്ല. പ്രവിശ്യയുടെ സമ്പത്ത് കൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളും പങ്കാളി രാജ്യങ്ങളും സമ്പന്നരായി. എന്നാൽ അതിനെല്ലാം കാരണക്കാരായ ഒരു ജനത കടുത്ത ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ഗ്വാദറിൽ തുറമുഖം നിർമ്മിച്ചപ്പോഴും ബലൂജികൾക്ക് നേട്ടമൊന്നും ഉണ്ടായില്ല. അവിടെ നിന്നും കൊണ്ടുപോകുന്ന പ്രകൃതിവാതകത്തിന് ന്യായമായ റോയൽറ്റി നൽകാൻ പാക് സർക്കാർ തയ്യാറാകുന്നില്ല എന്നതും BLAയുടെ പോരാട്ടങ്ങൾക്ക് കാരണങ്ങളാണ്. BLAയുടെ പ്രക്ഷോഭങ്ങൾക്കും സായുധ പോരാട്ടങ്ങൾക്കും ജനകീയ പിന്തുണ ഏറി വരുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. ആരാണ് BLA നയിക്കുന്നതെന്ന ചോദ്യം പല കാലത്തും ഉയർന്നു വന്നിട്ടുണ്ട്. നേതാവ് അല്ലെങ്കിൽ തലവൻ എന്ന നിലയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പലരുടെയും പേരുകൾ പറയപ്പെടുമ്പോഴും ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് ആരെയും ചേർത്ത് നിർത്താനുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഒരാളോ ഒന്നിലധികം പേരുള്ള ചെറു സംഘങ്ങളോ ചേർന്നുള്ള പ്രവർത്തനം എന്ന് മാത്രമാണ് മനസ്സിലാക്കാനാകുന്നത്. കൃത്യമായ ആസൂത്രണവും നടത്തിപ്പുമൊക്കെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സായുധ സംഘത്തെ ആരാണ് സഹായിക്കുന്നതെന്ന ചോദ്യവും പ്രസക്തമാണ്. പലപ്പോഴും ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും പേരാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്. ഇന്ത്യയുടെ റോയും അഫ്ഗാന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ചേർന്നാണ് BLAയ്ക്ക് ധനസഹായവും പരിശീലനവും നൽകുന്നത്. ഇന്ത്യ ഫണ്ട് ചെയ്യുന്ന സംഘടനയെ നിയന്ത്രിക്കുന്നത് അഫ്ഗാനാണ്. അതുകൊണ്ടാണ് ഇന്ത്യ BLA ഭീകര സംഘടനയെ പ്രഖ്യാപിക്കാത്തത് എന്നുമാണ് പാക് ആരോപണം. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും പലതവണ തള്ളിയതാണ് ഈ ആരോപണങ്ങൾ. മറ്റു ലോകരാജ്യങ്ങളും ഇത്തരം ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്തിട്ടില്ല. അതേസമയം പാകിസ്ഥാനിലെ വിമത സംഘങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഇറാനും ഇറാനിലെ വിമത സംഘങ്ങളെ പാകിസ്ഥാനും സഹായിക്കാറുണ്ടെന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അടിച്ചമർത്തും തോറും വർദ്ധിത വീര്യത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന സംഘടനയായി BLA മാറിയിട്ടുണ്ട്. സൈനിക ആയുധ ശക്തിയിൽ മാത്രമല്ല സാമ്പത്തികമായും സംഘടന ശക്തി പ്രാപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ ചൂഴ്ന്നു നിൽക്കുന്ന മണ്ണിൽ BLAയുടെ വിഘടനവാദം കൂടുതൽ ശക്തിപ്പെട്ടാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും. പണപ്പെരുപ്പവും വിലവർധനയും രൂക്ഷമായ പാകിസ്ഥാനെ താങ്ങി നിർത്തുന്നത് ചൈനീസ് നിക്ഷേപം മാത്രമാണ്. ബലൂചിസ്ഥാനിൽ കണ്ണുനട്ടാണ് ചൈനയുടെ സഹായ സഹകരണം അത്രയും. അതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് ബലൂചിസ്ഥാൻ മറ്റൊരു ബംഗ്ലാദേശ് ആകുമോ എന്ന ചോദ്യം അപക്വമായിരിക്കാം. എന്നാൽ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴുതി വീണാൽ അത് പാകിസ്ഥാന്റെ സർവനാശത്തിന്റെ തുടക്കമായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല.